കുറുപ്പമ്പടി സെന്റ് കുര്യാക്കോസ് കോളേജിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. മനോജ് മൂത്തേടൻ MLA മുഖ്യാതിഥിയായിരുന്നു. കുറുപ്പമ്പടി സെന്റ് കുര്യാക്കോസ് കോളേജിൽ പുതിയ അധ്യയന വർഷത്തിലെ വിദ്യാർത്ഥികൾക്കായി ദീക്ഷ 2026 എന്ന പേരിൽ നടത്തിയ ഓറിയന്റേഷൻ പ്രോഗ്രാം ശ്രദ്ധേയമായി. കാലടി സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വായനയുടെ ലോകത്തോടെ ചരിത്രത്തെ അറിയുന്ന, സമൂഹത്തെ അറിയുന്ന, സാമൂഹിക വ്യവസ്ഥിതി അറിയുന്ന സാംസ്കാരിക തലത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണമായ ഒരു വ്യക്തിയായി നമുക്ക് മാറാൻ കഴിയുള്ളൂ. ഗുരുത്വം എന്ന ആ 3 അക്ഷരം നമ്മൾ മറന്നു പോകരുത്. എവിടെ പോയാലും ഇത് തിരിച്ചു സ്ഥാനമാനങ്ങൾ വരികയും പോവുകയും ചെയ്യും. നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം നിലനിർത്താൻ കഴിയണം വിദ്യാഭ്യാസത്തിലൂടെ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങളെ തേടി ഒരുപാട് അവസരങ്ങൾ വരും. ഏറ്റവും ഉന്നതമായ തലങ്ങളിലൊക്കെ എത്തുമ്പോഴും ഈ കലാലയവും ഇവിടെ വിരിയുന്ന സൗഹാർദ്ദ പുഷ്പങ്ങളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവണം. ഒരു തിരിച്ചുവരവുണ്ടാവണം. നിങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾ പഠിച്ച കോളേജുകളിൽ, സ്കൂളുകളിൽ പോയി ടീച്ചേഴ്സ് ഉണ്ട്, അവരെ കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങിക്കാൻ മറന്നു പോകില്ല. അതാണ് സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. നോളജ് എന്ന് പറയുന്നതിനപ്പുറമുള്ളൊരു തലമുണ്ട്. സിവിൽ സർവീസിന്റെ എക്സാമിനേഷൻ ബോർഡിൽ ഈ IAS IPS ഇന്റർവ്യൂ ചെയ്യുന്ന ബോർഡിൽ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എന്താണ് ഈ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ മിനിമം യോഗ്യത? ഞാൻ കൊച്ചുങ്ങളോട് പറയുന്ന ഒരു കാരണങ്ങളുണ്ട്. അതുകൊണ്ട് മിനിമം യോഗ്യത എന്താണ്? എനി ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും ഒരു ഡിഗ്രി മതി നിങ്ങൾക്ക്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള, അത് UGCയുടെ അംഗീകാരമുള്ള ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്ന് 40% മാർക്കിൽ നിങ്ങൾ 4 പ്രാവശ്യം എഴുതിയിട്ടാണ് ജയിച്ചതെങ്കിലും നിങ്ങളുടെ യോഗ്യത സിവിൽ സർവീസ് എക്സാമിനേഷൻ നിങ്ങൾ യോഗ്യരാണ്. 4 ദിവസം ഇന്ത്യയിലെ ഏറ്റവും വലിയ IAS-കാരെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് 200 മാർക്കിന്റെ 2 പേപ്പർ, അതായത് 100 ക്വസ്റ്റ്യൻസ് 2 മാർക്കിന്റെയും 80 മാർക്കിന്റെ 80 ക്വസ്റ്റ്യൻസ് 2.5 മാർക്കിന്റെ, അങ്ങനെ 2 പേപ്പർ എഴുതി കഴിഞ്ഞാൽ പ്രിലിമിനറി കഴിഞ്ഞ് 1750 മാർക്കിന്റെ ഫൈനലിലേക്ക് എത്തി. അവിടെയും കഴിഞ്ഞാൽ 275 മാർക്കിന്റെ ഇന്റർവ്യൂവും കഴിഞ്ഞ് ഒരു ലിസ്റ്റിൽ നിങ്ങൾ വരുന്നുവെങ്കിൽ അതിന്റെ ബേസ് എന്ന് പറയുന്നത് എനി ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ. എന്റെ കൊച്ചുങ്ങളോട് ഞാൻ പറയുന്നത്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ? പിന്നെ എടുത്ത് പണിക്കളഞ്ഞേക്കണം. ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് മാനേജർ ലൈസൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. പെരുമ്പാവൂർ MLA മനോജ് മൂത്തേടൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ബിരുദ തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും പഠന മികവിനുള്ള കാരുണ്യ സ്കോളർഷിപ്പിന് അർഹരായവരെയും ചടങ്ങിൽ ആദരിച്ചു. സെന്റ് കുര്യാക്കോസ് കോളേജിലെ പുതിയ ബാച്ചിന്റെ പ്രവേശനോത്സവമാണ്. +1 കുട്ടികളുടെ പ്രവേശനോത്സവത്തിന്റെ 4 സ്കൂളിലെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. സ്വാഭാവികമായും ഒരു പുതിയ ക്യാമ്പസിലേക്ക് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. ഈ കോളേജിന്റെ, സെന്റ് കുര്യാക്കോസ് കോളേജിന്റെ മിക്കവാറും എല്ലാ പരിപാടികളിലും സ്ഥിര സാന്നിധ്യമാണ് ഞാൻ. എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പരിപാടികളും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ എല്ലാ സമയത്തുമുള്ള ഒരാൾ കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതിനുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ നേരത്തെ ഞാൻ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും മികച്ചൊരു ക്യാമ്പസാണ് ഈ സെന്റ് കുര്യാക്കോസ് കോളേജ്. എറണാകുളം ജില്ലയിലെ മികച്ച ക്യാമ്പസുകൾ ഒന്നാണ് നമ്മുടെ ക്യാമ്പസ്. 1ാം സ്ഥാനത്തൊന്നും അല്ലെങ്കിൽ, അങ്ങനെ തന്നെ പറഞ്ഞ അവസാനം 1ാം സ്ഥാനത്തൊന്നും അല്ലെങ്കിലും നല്ല അക്കാദമിക് നിലവാരം പുലർത്തുന്ന, അക്കാദമിക് ഇതര പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ്. ഒരു പുതിയ സ്ഥാപനം എന്ന നിലയിൽ ഏറ്റവും അവസാനം ആരംഭിച്ച കോളേജുകൾ ഒന്നാണെങ്കിലും വളരെ വേഗത്തിൽ മറ്റ് ഒരേ സമയം ആരംഭിച്ച കോളേജുകളെക്കാൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു ക്യാമ്പസ് കൂടിയാണ് നമ്മുടെ സെന്റ് കുര്യാക്കോസ് കോളേജ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല അവസരങ്ങളാണ്, ഒരുപാട് നല്ല അവസരങ്ങൾ സാധ്യമാക്കുന്ന, അവരുടെ ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയുന്ന നല്ല വിദ്യാഭ്യാസ സമ്പ്രദായവും നല്ല മികവുറ്റ അധ്യാപകരും മികവുറ്റ മാനേജ്മെന്റും മികവുറ്റ നേതൃത്വവും ഒക്കെയായി ഈ സ്ഥാപനം വളരെ നന്നായി കുട്ടികൾക്ക് വലിയ പ്രകാശപൂരിതമായിട്ടുള്ള ഒരു ഭാവി സമ്മാനിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരി ഫാദർ ഗീവർഗീസ് പടിപ്പുരയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് KS ആമുഖ പ്രഭാഷണം നടത്തി.
ചടങ്ങിൽ സെന്റ് മേരീസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എൽദോ മത്തായി അറയ്ക്കൽ, MGM ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ജിജു കോര, സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ മാനേജർ ബെന്നി വർഗീസ്, സെന്റ് മേരീസ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ബാബു KP, സെന്റ് മേരീസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ ഐസക് ബേബി, സഹവികാരി ഫാദർ എൽദോ ജേക്കബ് തുരുത്തേൽ, IQAC കോർഡിനേറ്റർ ഡോക്ടർ ശ്രീജ പരമേശ്വരൻ, PTA വൈസ് പ്രസിഡന്റ് ഷീന വസന്ത്, FYUGP നോഡൽ ഓഫീസർ രേണു ജോസഫ്, വൈസ് പ്രിൻസിപ്പാൾ ജോർജ് പി ചെറിയാൻ, പ്രോഗ്രാം കോർഡിനേറ്റർ പ്രിയ പോൾ എന്നിവർ സംസാരിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഒരു പുതിയ ചുവടുവയ്പ് നമ്മൾ നടത്തുകയാണ്. നമ്മുടെ സ്കൂൾ പഠനമെല്ലാം കഴിഞ്ഞ് കോളേജിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് ആയിരിക്കുകയാണ്. നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സ്റ്റെപ്പാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ജോലിയിൽ ഇതുവരെ നമ്മൾ എത്തിക്കുന്നതിൽ വളരെ അധികം പങ്കുവഹിച്ച ഒരു വിഭാഗമാണ് നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് വേണ്ടി എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, എത്രമാത്രം നമ്മോടൊപ്പം നിന്നിട്ടുണ്ട് എന്ന ഓർമ്മ ഈ കാലഘട്ടത്തില് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തില് നമ്മൾക്ക് ഒരു മുതൽക്കൂട്ടായി മാറണം. നമ്മുടെ ഈ കലാലയ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സെറ്റ് ചെയ്യപ്പെടുന്ന ഗോളിലേക്ക് ഉള്ള പ്രയാണത്തിൽ നമ്മളുടെ ചിന്തകളെ നമ്മൾ ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത്, ആ ബ്രില്യൻസിൽ നമുക്ക് ചുറ്റും വരുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, ഏതിനെയാണ് നമ്മൾ ചേർത്ത് പിടിക്കുന്നത്, ഏതിനെയാണ് നമ്മൾ തിരസ്കരിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തില് അത് നമ്മുടെ ജീവിതത്തിന്റെ വിജയങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മളെ സഹായിക്കും. പരിഭാവനവുമായ പ്രധാനീയത്തിന്റെ അന്തരീക്ഷത്തില് ഗ്രാമീണ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയിൽ സെന്റ് മേരീസ് യാക്കോബായ സിറിയൻ കത്തീഡ്രലിന്റെ മൂന്നാമത്തെ വിദ്യാഭ്യാസ സ്ഥാപനമായ സെന്റ് കുര്യാക്കോസ് കോളേജിലേക്ക് ഇതിന് പ്രവർത്തനമായി എത്തിച്ചേർന്ന എല്ലാവരെയും അനുമോദിക്കുന്നു. ഇവിടെ ഇന്ന് ഈ അധ്യാപകരിലും നിങ്ങളുടെ പേരൻസിലും നിങ്ങളുടെ മുഖത്തിൽ കാണുന്ന ശരി ഈ പതികൾ കയറുമ്പോൾ ഉണ്ടാകുന്നത് പോലെ തന്നെ തിരിച്ചറിയുമ്പോഴും ഉണ്ടാകണം. ജീവിതത്തിന്റെ പല പ്രതിസന്ധികളെയും അതിജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഒരു കാലത്ത് തടി വ്യവസായത്തിന്റെയും അരി വ്യവസായത്തിന്റെയും ഹബ്ബായിരുന്നു പെരുമ്പാവൂരെങ്കിൽ ഇന്ന് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കാം. അത്തരത്തിലുള്ള പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവിന്റെ വിദ്യാഭ്യാസത്തിലേക്ക് നിങ്ങൾ കാടുകൂടുമ്പോൾ ഏത് ലക്ഷ്യത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്നതോ ആ ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ ലക്ഷ്യം സാക്ഷാത്കരിച്ചുകൊണ്ട് നല്ല മക്കളായി വളരുവാൻ, നല്ല നാടിനും വീടിനും സമൂഹത്തിനും ഉതകുന്ന നല്ല വ്യക്തിത്വങ്ങളായി തീരുവാൻ. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.